തിരുവനന്തപുരത്തിന് പ്രതീക്ഷയേകുന്ന ഒരുപാട് കാര്യങ്ങളിൽ വലിയ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിനോടൊപ്പം ബി.ജെ.പി രാവിലെ മുതൽ 2020 പ്രവർത്തകരടക്കം നിരവധി ബി.ജെ.പി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ചുറ്റുമുള്ള ദൃശ്യങ്ങൾ ഒരുപാട് പേർ VIP പാസ്സുള്ള ആളുകളൊക്കെ അകത്ത് കയറിയിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ഇപ്പോൾ അകത്ത് കയറാനായി നിൽക്കുന്നവരാണ്. അത് പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് ഇവരൊക്കെ ഈ വേദിയിലേക്ക് കയറും എന്നുള്ളതാണ്. നമ്മോടൊപ്പം എന്നോടൊപ്പം ഉള്ള പ്രധാനപ്പെട്ട നേതാവ് തെക്കൻ കേരളത്തിന്റെ നേതാവ് ശ്രീ N. ഹരി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ യാത്രയൊക്കെ ഇന്നലെ എത്തി. ഇന്നലെ എത്തി. എന്താ പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തിരുവനന്തപുരത്തേക്കാണ്, അതായത് ഒരു മേയറുള്ള തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. അതിനകത്ത് മേയറുള്ള തിരുവനന്തപുരത്തിനപ്പുറം ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്നേ വരെ, അതായത് ഏറ്റവും കൂടുതൽ തവണ കേരളത്തിലെ എങ്ങനെയാണ് കരുതുന്നത്, ഇതുപോലെ ചരിത്രത്തിലെ ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ ഇതുപോലെ വന്നുപോയ ഒരു സംഭവമില്ല. അവിടെ ജയിക്കുക തോക്കുക എന്നുള്ളതല്ല, ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സ്റ്റേറ്റിനെയും ഒന്നിച്ചു കാണുന്നു. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളം അദ്ദേഹം കരുതുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എത്രത്തോളം കരുതുന്നു എന്നുള്ളതിന്റെ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തവണത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ കേരളവും മാറുകയാണ് എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിജയങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ കണ്ണൂരടക്കം കടന്നു കയറിയിട്ടുള്ള ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു ചിത്രമാണ് ഇപ്പൊ നേർചിത്രമാണ് കാണുന്നത്. ഇത് പ്രധാനമായും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ആ പ്രവർത്തനങ്ങളിലും ആകർഷകരായ ജനങ്ങളാണ്. അതാണ് ഏറ്റവും വലിയൊരു നേട്ടമായി കാണുന്നത്. അതായത് ഇത്തരത്തിൽ നമുക്കറിയാം, ദേശീയ തലത്തിൽ പോലും ബി.ജെ.പി വലിയ ചർച്ചയാക്കിയ ഒരു സംഭവ വികാസമാണ് എന്ന് നമുക്കറിയാം. ഈ തിരുവനന്തപുരത്തെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി.ജെ.പിയുടെ ഐതിഹാസിക വിജയം. കഴിഞ്ഞ 15 വർഷമായി ശ്രമിക്കുന്ന ഒരു വലിയ കാര്യം ഇത്തവണ സാധ്യമാക്കുന്നു. 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും 50ലേക്ക് എത്തിച്ചുകൊണ്ട് സ്വതന്ത്ര പിന്തുണയോടെ ബി.ജെ.പി ഇവിടെ ഭരിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. നമ്മോടൊപ്പം ആലപ്പുഴ സൌത്ത് പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയും കൂടെ. സന്ദീപ്, ഞാൻ നേരത്തെ ഹരിയോട് ചോദിച്ചതുപോലെ ഒരു പുതിയ തിരുവനന്തപുരത്തേക്കാണ് പ്രധാനമന്ത്രി വരുന്നത്. നേരത്തെ വന്ന ഒരു തിരുവനന്തപുരം അല്ല. ബി.ജെ.പിയുടെ മേയർ ദേശീയ തലത്തിൽ പോലും ബി.ജെ.പി വലിയ ചർച്ചയാക്കുന്ന, പല തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും ചർച്ചയാക്കുന്ന ഒരു സ്ഥലത്തേക്ക്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തമാണിന്നത്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഇത് ആദ്യമായി ഒരു കോർപ്പറേഷന്റെ ഭരണം കൈയാളുന്നു എന്നതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ പ്രധാനമന്ത്രി ഇവിടെ കാലുകുത്തിക്കില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മേയറായി പോയി പ്രധാനമന്ത്രി സ്വീകരിക്കാമെന്ന് സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞവർക്കുള്ള ഒരു ശക്തമായ തിരിച്ചടി കൂടിയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഇന്നെന്തായാലും പ്രധാനമന്ത്രി വരുമ്പോൾ വേദിയിൽ തിരുവനന്തപുരത്തിന്റെ മേയർ ഉണ്ടാകുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മൾ ഈ ഒരുപാട് പ്രതീക്ഷയുണ്ട് തിരുവനന്തപുരം നിവാസികൾക്ക്. അവരെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ അവർക്ക് കൂടി നീതി കിട്ടണം. അവർ ഇത്രനാൾ അനുഭവിച്ചിരുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം ഇന്ന് എനിക്ക് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേഷന്റെ ഏതെങ്കിലും പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ തീർച്ചയായും കോർപ്പറേഷൻ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വെറും 23 ദിവസമേ ആയുള്ളൂ ഭരണസമിതി അധികാരമേറ്റിട്ട്. 23 ദിവസം കൊണ്ട് അവർക്കൊരു മാസ്റ്റർ പ്ലാനിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്, അതിനുള്ള സമയവും കിട്ടിയിട്ടില്ല. പക്ഷേ തീർച്ചയായും മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസൃതമായ പരിപാടികൾ ഇവിടെ നടക്കും. പ്രധാനമന്ത്രി പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമുണ്ട്. ചിലപ്പോൾ അദ്ദേഹം നടത്തുമായിരിക്കും. തീർച്ചയായും അതാണ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അനവധി പദ്ധതികൾക്ക് തിരുവനന്തപുരം, നേരത്തെ മേയർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം, ഇവിടുത്തെ നായശല്യവുമായി ബന്ധപ്പെട്ട്, പട്ടിശല്യവുമായി ബന്ധപ്പെട്ട വലിയ പ്രോജക്ടുകൾ ഉണ്ടാവും. ഒപ്പം മാലിന്യ നിർമ്മാർജ്ജനം ഇവിടുത്തെ വലിയ ഒരു പ്രോജക്റ്റാണ്. ഒപ്പം അത്തരത്തിൽ തിരുവനന്തപുരം നിവാസികൾ വർഷങ്ങളായി അനുഭവിക്കുന്ന അനവധി കാര്യങ്ങൾക്ക് ഒരു പരിഹാരം, അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് അത് കൃത്യമായി അതിന്റെ രൂപരേഖ ഉണ്ടായി വരുന്നതേ ഉള്ളൂ എന്നാണ്. പക്ഷെ അപ്പോഴും കേരളം പ്രതീക്ഷിക്കുന്ന വലിയൊരു കാര്യം, നമ്മുടെ കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി ഒരു അതിവേഗ റെയിൽപാത, അതിനുള്ള സാധ്യതകൾ എപ്പോഴുമുണ്ട്. അത്തരം റെയിൽപാതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, തിരുവനന്തപുരത്തിന് പക്ഷേ ഒരു മെട്രോ റെയിലിന്റെയൊക്കെ സാധ്യതകൾ, ലൈറ്റ് മെട്രോയുടെ സാധ്യതകൾ പഠിച്ചു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംഭവിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ വലിയ തരത്തിൽ തിരുവനന്തപുരം നഗരവാസികൾ കാത്തിരിക്കുന്ന ഒരു സന്ദർശനം തന്നെയാണിത്. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. പ്രധാനമന്ത്രിയുടെ വരവ് ഇത്തവണ കുറച്ചുകൂടി പ്രത്യേകതയുള്ളതാണ്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ഭരിക്കുന്നത് ബി.ജെ.പിയുടെ മേയറാണ്. സ്വാഭാവികമായും അത്തരം മേയർ കൂടി വേദിയിലിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു. ബി.ജെ.പി അഭിമാനമായി പഞ്ചാബിലടക്കമുള്ള തിരഞ്ഞെടുപ്പുകളിൽ, ഡൽഹിയിലടക്കമുള്ള കാര്യങ്ങളിലൊക്കെ, ഈ പൊതുയോഗങ്ങളിലൊക്കെ പ്രധാനമന്ത്രി വലിയ അഭിമാനമായി തിരുവനന്തപുരത്തെ ഉയർത്തിക്കാട്ടുന്ന
സാഹചര്യം കൂടി വ്യത്യസ്തമാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് തുടക്കം എന്നാണ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് സമയം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമെന്ന് കാണുമ്പോൾ അത് ബിജെപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു എഡ്ജ് ഉണ്ടായി കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ എന്നോടൊപ്പം വി വിനോദും സാരംഗും ഡാൻ കുര്യനുമുണ്ട്. നമുക്ക് വിനോദിലേക്ക് ഒന്ന് പോകണം. വിനോദ്, 4 വളരെ പ്രധാനപ്പെട്ട തീവണ്ടികളാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. 4 തീവണ്ടികൾ, അതായത് അമൃത ഭാരത് എക്സ്പ്രസ് അടക്കം സാധാരണക്കാരുടെ യാത്രാ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അമൃത ഭാരത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീവണ്ടിയാണ്. അത് റെയിൽവേ ചരിത്രത്തിലും ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് BJP നടത്തുന്ന നീക്കങ്ങൾ ഇത് ആദ്യമായല്ല. തിരുവനന്തപുരത്ത് അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിന് കുറച്ച് കൂടുതലായി റെയിൽവേയുടെ പരിഗണന ലഭിക്കുന്നത്. നേരത്തെ ഒ രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സർവീസുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ച ശേഷം 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രഖ്യാപനമുണ്ടായി. അതിന് പിന്നാലെ 2 ചടങ്ങുകൾ എന്ന അറിയിപ്പ് വന്നു. 2 മണിക്കൂർ മാത്രമാണിന്ന് പ്രധാനമന്ത്രി ചെലവഴിക്കുന്നതെങ്കിൽ പോലും ഏറ്റവും നിർണായകമായ പ്രഖ്യാപനമാണ്. അതിലൊന്നാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടത്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗലൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ സർവീസ് തുടങ്ങുന്നതാണ് തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്. നാഗർകോവിൽ നമുക്കറിയാം തമിഴ്നാട് മേഖലയാണ്, പക്ഷേ തിരുവനന്തപുരവുമായി അതിർത്തി പങ്കിടുന്ന ഇടമാണ്. ആ ടൌണിൽ നിന്ന് നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് മംഗളൂരു വരെ, അതായത് കേരളത്തിന്റെ തെക്കിനും അല്പം മാറി തുടങ്ങി വടക്ക് ഒരല്പം മാറി അവസാനിക്കുന്നു. പക്ഷെ അതിന്റെ സർവീസ് മുഴുവൻ നടക്കുന്നത് കേരളത്തിലൂടെയാണ്. അങ്ങനെ പ്രധാനമായും ഈ 3 അമൃത് ഭാരത് എക്സ്പ്രസുകളും കേരളത്തിനുള്ള സമ്മാനമായി ലഭിക്കുന്നു. മറ്റൊന്ന് ഗുരുവായൂർ തൃശൂർ പാസഞ്ചറാണ്. ഈ പാസഞ്ചറിന്റെ ഫ്ളാഗ് ഓഫും ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. നാഗർകോവിൽ, ചർലാപ്പള്ളി, കോയമ്പത്തൂർ, ധൻബാദ് ഇങ്ങനെ 2 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും നടക്കുന്നുണ്ട്. ഈ 2 ട്രെയിനുകളും തമിഴ്നാടിന് അനുവദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ 6 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫാണ് ഇന്ന് ആകെ നടക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ അമൃത് ഭാരത് ട്രെയിനുകൾ 4 പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 തിരുവനന്തപുരത്ത് നിന്ന് 2 ആരംഭിക്കുന്നു. മറ്റൊന്ന് നാഗർകോവിലിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വഴി കടന്നുപോകുന്ന മംഗളൂരു എക്സ്പ്രസ് ആണ്. അങ്ങനെ വലിയ പ്രാധാന്യം രഞ്ജിത്ത് തിരുവനന്തപുരത്തിന് നൽകുന്നുണ്ട്. നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.